ഈ ദൈവം വിശ്വസ്തനാണോ, ഈശോ വിശ്വസ്തനാണോ, വാഗ്ദാനം പാലിക്കുമോ? പാലിക്കും. സംശയമുണ്ടോ? സംശയിക്കുന്നതിന് ഒന്നും കിട്ടില്ല. അവിടെ ഇരിക്കുവാൻ അവസാനം വരെ ഇങ്ങനെ ഉറക്കവും തോന്നി തിന്നിരിക്കും, വഴക്കുമിട്ടിരിക്കും. മക്കളും വിട്ടുപോകും, ഭർത്താവും വിട്ടുപോകും. വചനം കൊടുക്കാതെ മകളെ കെട്ടിച്ചു വിടും. മകളും മടങ്ങി വരും. വചനമുണ്ടെങ്കിൽ മകൾ വരുമോ? മരുമകളെയും മനസാന്തരപ്പെടുത്തും മകള്. വചനമില്ലാത്തതുകൊണ്ട് അപ്പനും അമ്മയും തമ്മിൽ കടലുകളുടെ ശണ്ടകള്. അതുകൊണ്ടാണ് വഴക്കുകളെല്ലാം നടക്കുന്നത്. സ്വാർത്ഥത ഉണ്ടാകുന്നു, മത്സരം ഉണ്ടാകുന്നു. 1 സാമുവേൽ 15 22-25 വചനത്തില് 3 കാര്യം: മക്കളമുഷ്ടി, മാത്സര്യം, അനുസരണമില്ലായ്മ. ഇത് 3 അവിടെ മണമാണ്. വചനം കേട്ടാൽ നിയമാവർത്തനം 28 3-14 വചനത്തില് വചനം പാലിച്ചാൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ അടുക്കള കൂടി ദൈവം നോക്കിക്കോളും. പപ്പടം കഴിഞ്ഞു പോകില്ല, ഒടിഞ്ഞു പോകില്ല, ഉപ്പ് കൂടി പോകില്ല. ഉപ്പ് കൂടി പറഞ്ഞാൽ കഴിവെന്നാണ് വീട്ടിൽ വഴക്ക് നടക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധയുള്ളതുകൊണ്ടാണ് ഉപ്പ് കൂടി വരുന്നത്. ഭർത്താവിനോട് പൊരുപ്പെടുത്തുകൊണ്ടിരിക്കും ഭാര്യ. ഭർത്താവിനോട് അനുസരണം ഉണ്ടാകില്ല, ഭർത്താവപ്പൻ അനുസരിക്കില്ല. അമ്മയും മക്കളും ഒന്നിച്ചുകൂടി അപ്പനോട് വഴക്കിടും. പിന്നെ അമ്മയും അപ്പൻ മക്കളും ഒന്നിച്ചുകൂടി അമ്മയോട് വഴക്കിടും. എല്ലാവരും കൂട്ടവഴക്കാവും. അത് പിശാചുകളൊന്നും വാസ്തവമാണ്. ആ യേശുവിന്റെ കൽപ്പനകൾ പാലിച്ചാലോ ദൈവം എല്ലാം തരും നമുക്ക്. അതാണ് കേൾക്കാം. ആ വചനത്തിൽ കൂടി എന്നാണ് പറയുന്നത്. കേട്ടില്ല ദൈവം പറഞ്ഞത് നിങ്ങളോട് സംസാരിച്ചത്? നിയമാവർത്തനം 8-11-19 വചനത്തില് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്വർണം തരും, കള്ള സ്വർണം തരില്ല. ഏറ്റവും നല്ല വെള്ളി തരും, ഏറ്റവും നല്ല സാരി തരും, ഏറ്റവും നല്ല ഭവനം തരും. എല്ലാം ഈശ്വരൻ ദൈവം തരും. ദൈവമാണ് ഇതെല്ലാം തരുന്നത്. സകലം തരുന്ന ദൈവമാണ്. നാം അറിയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നാം ഒരിക്കലും അഹങ്കരിക്കരുത്. അതാണ് ദൈവം പറയുന്നത് നമ്മളോട്. നിയമാവർത്തനം 8-11-19. അപ്പോൾ നമുക്ക് ഇന്ന് 4 തരത്തിലുള്ള വിത്തുകളാണ് ഇവിടെ വിതയ്ക്കുന്നത്. ഒന്ന് വഴിയരികിൽ വീണ വിത്ത്. അത് വന്ന് പക്ഷികളും യാത്രക്കാരെ ചവിട്ടി നശിപ്പിച്ചു. 2ാമത് വീഴുന്ന വിത്ത് പാറപ്പുറത്ത് വീഴുന്ന വിത്ത്. അത് മഴ വരുമ്പോ വേര് പിടിക്കുന്നു, നല്ല നിലത്ത് വീഴുന്നു. അത് മഴയും വളവും കിട്ടി നല്ല വിത്ത് വളർന്നു വരുന്നു, നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. അത് 30-60-100 മേനിയും ഫലമുണ്ടാക്കുന്നു. അത് ഈശോ ലൂക്കാ 8 4-15 ഇതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടം? വചനം കേൾക്കുക. ഏതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കൈവെക്കണം. അപ്പൊ ഞാൻ വചന അവസാനമില്ല പറഞ്ഞിരുന്നത്. അതിനെ കേൾക്കുമ്പോ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങുന്ന യേശുവിന്റെ നാമത്തെ പറഞ്ഞ് ഇത് പറഞ്ഞിട്ടുണ്ട്. പറയാൻ മതി. ഉറക്കം ആരുടെയാണ്? ഉണ്ടോ? സ്നേഹമില്ലാത്തത് അവരാണ് ഉറങ്ങുന്നിരുന്നത്. അത് ഞാൻ കേൾക്കുമ്പോൾ ഈ വചനം കേട്ടോ, കേൾക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. കേട്ടതാണ് വചനം. ഞാൻ പറയുന്നു, ആരെടുത്തോണ്ട് പോകുന്നു? ആരെടുത്തോണ്ട് പോകുന്നു? കൊണ്ടുപോയിട്ട് പോ. അതാണ് ഉറക്കം. ഞാൻ കൊണ്ടുപോകുന്നു, കട്ടിലോട്ട് പോകുന്നതാണ്. ഇനി വൈകിട്ട് 13-14 ഏതില് വന്ന് നിങ്ങൾ വീഴണം. ഓരോരുത്തരായിട്ട് പോയത് മറുപടി. ഏതില് വന്നതിനൊക്കെ കേട്ടത്? എവിടെ വീഴണം? വിത്ത് പാറപ്പുറത്ത് വീഴണ, വഴിയരികിൽ വീഴണ, മുള്ളുകളിൽ വീഴണ, നല്ല നിലത്തിൽ വീഴണ. ഇതിന് വളരെ ഇവിടെ കിടന്നോട് നല്ല നിലത്ത് വീണത് കേട്ടോ. അടുത്ത കളി ഇവിടെ നോക്കാനായിട്ട് എങ്ങനെ ഇരിക്കാമെന്ന് നിങ്ങൾ വളർന്നോ ഇല്ലെന്ന് അപ്പസ്തലത്തോളം 15-36 പൗലോസ് നോക്കാമെന്നാണ്. ഇവിടെ ഉള്ളവർ മതി, ഇത്രയും പേര് മതി. തമിഴ്നാടിന് കൊടുക്കാൻ മതി. സെന്റ് തോമസ് ഇവിടെ വന്നപ്പോൾ ഇവിടെ മണി വന്നു. കേരളം മുഴുവൻ ഇവിടെ വന്നില്ലേ? അവർ നിങ്ങൾ ഒരാൾ മതി. സഹോദരികൾക്കും
തുല്യമായി ദൈവം ദാനം കൊടുക്കും. അല്ല പുരുഷന്മാർക്ക് മാത്രമല്ല കൂടുതൽ, ഒരേപോലെ കൊടുക്കും. ഇഷ്ടമാണ് അപ്പോസ്തലപ്രവർത്തനം 11:17 എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം കൊടുക്കുന്നത്. നൽകാൻ പറ്റില്ല. ദൈവത്തിന് പക്ഷപാതമുണ്ടോ? അപ്പോസ്തലപ്രവർത്തനം 10:34 ദൈവത്തിന് പക്ഷപാതമില്ല. ദൈവം എല്ലാവരുടെയും ആണോ? ഈ തമിഴ്നാട്ടിലുള്ള എല്ലാവരുടെയും കടവുകൾ ഒന്നാണോ? ഒരൊറ്റ ദൈവമാണ്. അതാണ് റോമ 3:29-30. അതുകൊണ്ടാണ് ഗല 3-24-29 വാക്യത്തില് നമ്മളെല്ലാ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഇതുകൊണ്ടാണ് അപ്പോസ്തലപ്രവർത്തനം 18-24-28 അക്വിലായും പ്രിസ്കില്ലായും രണ്ട് ഭാര്യ ഭർത്താവുമാണ്. അക്വില ഭർത്താവ്, അവരുടെ പേര് പ്രിസ്കില്ല. രണ്ട് പേര് കൂടെ കർത്താവിനോട് ആകർഷിച്ച് വചനം പഠിക്കാൻ രണ്ടുപേരും ആദ്യത്തോടിരിക്കുന്നവർ പഠിച്ചോണം. അപ്പൊ ആ സമയത്താണ് ഒരു അപ്പോളോസ്, വലിയ പൗലോസിനെ പോലെ തന്നെയുള്ള അപ്പോളോസ് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയി. അത് ശാപ്പാട് കൊടുത്തു അപ്പോളോസ്. അപ്പോഴോട് അപ്പോളോസോട് പഠിപ്പിച്ചു കൊടുത്തു, ഒന്നുകൂടി ശക്തിപ്പെടുത്തി. അപ്പോളോസില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ശാപ്പാട് തരുമോ? ഇല്ല. തമാശ പറഞ്ഞ അതുപോലെ ക്രിസ്ത്യൻ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരികളിൽ ക്രിസ്ത്യൻ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒന്ന് കൈവക്കുക. വേണ്ടേ ക്രിസ്ത്യൻ വരാറുണ്ട്. നീ ഇരുന്നാൽ മതിയോ? അപ്പൊ ഈ ദൈവം അതാണ് 1 കൊരിന്ത്യർ 5:10 അപ്പോളോസും പൗലോസും ഞാൻ നട്ടെ, അപ്പോൾ നീ പച്ചിന. അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഒരു കൂലിയാണ്. അതാണ് ചെയ്തത്. ഇന്നലെ വന്നവര് മുമ്പിലാകും. മത്തായി 19:30, മത്തായി 20:16 വചനം വരുമ്പോ ഞങ്ങളെല്ലാം പുറകിൽ പോകും. ഇതാണ് ദൈവരാജ്യം. ഒന്നും പ്രവർത്തിക്കാതെ ഇരുന്നാലും വല്ലതും കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഉള്ളവർക്ക് കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത് നേരെ വിപരീതം. മടിയന്മാരും മടിച്ചുകളുമായി ഇവിടെ ഈ മെഡ്രാസ് ഇരുന്നാല് വല്ലതും കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഉള്ളവർക്ക് കൊടുക്കും. മത്തായി 25:29 ഉള്ളവർ എടുക്കപ്പെട്ടു, ഉള്ളവന് കൊടുക്കും. എന്തോ ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇതുകൊണ്ട് 2 കൊരിന്ത്യർ 9:6 നമ്മൾ വചനം സ്വീകരിച്ചില്ലെങ്കിൽ, വചനം ശ്രദ്ധിച്ചില്ലെങ്കിൽ, വചനത്തെ ജീവിച്ചില്ലെങ്കിൽ മത്തായി 21:43 പറയുന്ന പോലെ എന്തോ നമ്മുടെ എടുത്ത് മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കും. അപ്പൊ ഈ സമയത്ത് നിങ്ങളെല്ലാം ദൈവം ആവശ്യത്തിരിക്കുകയാണ്. യോഹന്നാൻ 6:44 കൂടി 65 കൂടി ഈ സമയത്താണ് സ്വർഗ്ഗത്തിൽ നിന്ന് പോകുന്നത്. യോഹന്നാൻ 3:27. ഇതുകൊണ്ടാണ് ഈശോ പറയുന്നത് ജെറമ്യാ പ്രവാചകനിൽ കൂടി 20:7-13 നിങ്ങളെല്ലാം വഞ്ചിച്ചെടുത്തിരിക്കുന്ന ചെറുക്ക് പറയില്ലേ, വഞ്ചിച്ചു കൊണ്ടുപോയി ഞങ്ങളാണ് ഇല്ലേ, വഞ്ചിച്ച് എടുക്കുന്ന. യോഹന്നാൻ 6:37-40 ഇന്ന് നിങ്ങള് പൂർണ്ണ ഹൃദയം കൊടുക്കാൻ തയ്യാറാണ് ഈശോയ്ക്ക്? തയ്യാറാണോ? പ്രവാചകൻ 36:26 ഈശോ തന്റെ ഹൃദയം തരികയാണ്. ഈശോയ്ക്ക് പ്രവാചകൻ 11-18 19 അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഇഷ്ടമാണ് അങ്ങനെ കൈതൊക്കെ കൊറിയന്ത്യർ 5:17 മിസ്റ്റർ പൗലോസ് പറയുന്ന പുതിയ സൃഷ്ടിയാണെന്ന്, പുതിയ ഹൃദയം കിട്ടിയാണ്. ഇഷ്ടമാണ് പുതിയ മനുഷ്യൻ പഴയകളെ കൈപൊക്കെ. കൊളോസ്യർ 3:10 മിസ്റ്റർ പൗലോസ് പറയുന്നു ദൈവത്തിന്റെ പ്രതിച്ഛായക്ക് അനുസരിച്ചുമായിട്ടുള്ള കൊലോസ്യസ് 3-ാം 12 വാക്യം മുതൽ 17 വാക്യത്തില് വിശുദ്ധ പൗലോസ് പറയുന്നു 5 ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഓരോരുത്തരും ഈ ധ്യാനം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയാൽ എല്ലാവരും കൈയുടെ പോകാമോ? ഈ പറഞ്ഞത് 5 ഇഷ്ടപ്പെട്ടോ? അതാണ് ഇഷ്ടം? സാരിയാണോ ഇഷ്ടം? കൈവക്കാൻ ഗുണങ്ങൾ